ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു DVM റെസ്ക്യൂ ആൻഡ് അഡോപ്ഷൻ സർവീസ്. ഈ കാണുന്ന അമേരിക്കൻ പുള്ളിയെ ഫ്രീ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇവന്റെ സ്വഭാവം മൊത്തം അറിയാനായിട്ട് വീഡിയോ മൊത്തത്തിൽ കാണണം. എന്നിട്ട് നല്ലൊരാളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കഴിഞ്ഞ 2 വർഷം മുമ്പ് മൊബൈൽ ഗ്രൂമിങ്ങിന് വിളിച്ചിട്ടാണ് റോക്കിയെ ഞങ്ങൾ കാണാനായിട്ട് വീട്ടിൽ വന്നത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഞങ്ങൾ ബിഹേവ് ചെയ്യുമായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അഗ്രഷനൊന്നും ഞങ്ങളുടെ ഗ്രൂമിങ് സമയത്ത് കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ പെറ്റ് ഓണർ പറഞ്ഞു ഇവൻ ഭയങ്കര അതിശയമാണ് നിങ്ങളടുത്ത് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ. പക്ഷേ കഴിഞ്ഞ വട്ടം ഒരു ഡോക്ടർ ഇവിടെ വാക്സിൻ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് കൂട് തുറന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇവൻ ചാടി ഡോക്ടറിന്റെ വയറ്റിൽ തന്നെ കടിക്കാനായിട്ട് പോയി. അവൻ അങ്ങനത്തെ ഒരു പ്രവണതയൊക്കെ ഉണ്ട്, ചാടി കടിക്കുന്നത്. അങ്ങനെ ഡോക്ടർ വീടിനകത്ത് ഒളിച്ചിരുന്നു. ഇവനെ കൂട്ടി തിരിച്ച് ആക്കിയ ശേഷമാണ് ഡോക്ടറിന് വെളിയിൽ തന്നെ ഇറങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്നെ ഭയങ്കര പേടി തോന്നി. അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ ഉണ്ടോ എന്ന്. ഇവന് പെട്ടെന്നൊക്കെ സ്വഭാവം മാറുന്നു. അങ്ങനെ ഇവനെ കുളിപ്പിച്ച് പുറത്തൊക്കെ ഇറക്കി ലീഷ് വാക്ക് ചെയ്യുന്ന സമയത്തായി കാണുന്ന വീഡിയോ ഇവൻ ലീഷി കടിച്ചു വലിക്കുക, ഭയങ്കരമായിട്ട് അതിനകത്ത് റെസ്റ്റ് ചെയ്ത് പുല്ല് ചെയ്യുക നമ്മളെ. അപ്പം അമേരിക്കൻ പുള്ളിയെ വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം ഇവന് ഈ ഇങ്ങനെ റോപ്പുകളിൽ കടിച്ചു വലിക്കുന്ന, ടയറിനകത്ത് ഇങ്ങനെ കടിച്ച് തൂങ്ങിക്കിടക്കുന്ന, ഇതൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ളൊരു സ്വഭാവം ഈ പുള്ളികളിൽ ഉള്ളതാണ്. അപ്പം ഇവൻ ഞങ്ങളുടെ അടുത്ത് കളിക്കുക അതൊക്കെ വെച്ചോണ്ട്. ഞങ്ങൾ അവനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അവന്റെ എനർജി ലോസ് ആവുന്നവരെ അവൻ ആ റോപ്പിനകത്ത് കടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പം വേറെ അഗ്രഷനോ മനുഷ്യരെ കടിക്കുന്ന ഇപ്പം ഞങ്ങളെ കടിക്കാൻ വരികയൊന്നും ചെയ്തില്ല ആ സമയങ്ങളിലൊന്നും. വളരെ നല്ലപോലെ തന്നെ ഞങ്ങളടുത്ത് ബിഹേവ് ചെയ്തത്. അങ്ങനെ ഇവിടുത്തെ ഈ ചേട്ടൻ ഓണർ ഒരു ആളെ കണ്ടെത്തിയിട്ട് കൊല്ലം കൊട്ടാരക്കരയിലുള്ള ഒരു ഫാമിലിക്ക് വളർത്താൻ കൊടുത്തു. അവിടെ 2 ചെറുക്കന്മാർ ഇവനെ വളർത്താനായിട്ട് എടുക്കാനായിട്ട് വന്നപ്പം അഗ്രഷൻ കാണിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് കൊണ്ടു കൊടുക്കാൻ. അങ്ങനെ ഞാൻ വണ്ടി കയറ്റി അവനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ ശേഷം പറഞ്ഞു അവിടുത്തെ വീട്ടിലെ മോന്റെ കുണ്ടിക്കും കയ്യിലും കാലിലും ഒക്കെ കടിച്ച് ശരിയാക്കിയെന്ന്. അപ്പം ഭയങ്കരമായിട്ടുള്ള പേടി അവർക്ക് തട്ടിയിട്ട് പറഞ്ഞ് ഈ ഡോഗിനെ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. അങ്ങനെ റോക്കി വീണ്ടും ഒരു വീടില്ലാതെ അനാഥരായിട്ട് ഇരിക്കുക. അപ്പം ഈ വളർത്തിയിരുന്ന ചേട്ടനും ഇവനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പേടിയായിട്ടിരിക്കുക. ചേട്ടൻ്റെ കുഞ്ഞൊക്കെ ഉണ്ട്. അപ്പം ഇവനെ പുറത്തിറക്കി കഴിഞ്ഞാൽ എപ്പോഴാ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന അറിയാൻ പറ്റത്തില്ല, കൊച്ചിനെ കടിച്ചാലെന്നൊക്കെ കരുതിയിട്ട്. അപ്പം ഇവനെ നന്നായിട്ട് ആരോഗ്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പെറ്റ് ഓണറിനെ കണ്ടെത്തിയിട്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് റോക്കിക്ക് നല്ലൊരു വീട് കണ്ടെത്തി കൊടുക്കാം.